ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഈവനിങ് വ്ലോഗ് ആയാലോ? പാത്തുമ്മാക്ക് ഭയങ്കര ഒരാഗ്രഹം, ഉമ്മച്ചിയെ നമുക്ക് പാർക്ക് കൊടുക്കലും കളിക്കാൻ പോവല്ലേ എന്നൊരാഗ്രഹം. അപ്പോൾ ഓളിയും കൊണ്ട് ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ നമുക്ക് ഓളിയും കൊണ്ട് പോവാ. കൊടുക്കാൻ പോകേണ്ടത് ചോദിച്ചപ്പോൾ ഓള് പറഞ്ഞത് എനിക്ക് ഹൈലൈറ്റ് മാൾ പോകണമെന്നാ. എന്നാ ഹൈലൈറ്റ് മാൾക്ക് കൊണ്ടുപോവുക. കുറച്ചേരൊക്കെ ഓല് കളിച്ച് വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നു. പിന്നെ ഓല് രണ്ടാളും നല്ല ഉറക്കുറങ്ങി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. റോഡിലൊക്കെ ഹൈവേയിലൊക്കെ നല്ല തിരക്കാ, ബ്ലോക്കും കാര്യങ്ങളാ. അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് മാളിലെത്തി. ഹൈലൈറ്റ് മാളിലൊക്കെ നല്ല തിരക്കാണ്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇതിന് കുട്ടിപ്പട്ടാളങ്ങളൊക്കെ എണീറ്റ് ഒച്ചയും പുളിയൊക്കെ ആയി. ഒരുപാട് പ്രാവശ്യം ഹൈലൈറ്റ് മാൾ വന്നിക്കണ് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ മെയിൻ എൻട്രൻസ് കൂടെ ഞാൻ അതുവരെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. പാർക്കിങ്ങിലൂടെ പോകും, ബാക്കിൽ കൂടെ ഉള്ളിൽ കയറിപ്പോവും. സ്ഥിരം അതാണ്. ഫ്രണ്ടിൽ വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്തോ ഒരു 3D പോലത്തെ എന്തൊക്കെയോ സംഭവങ്ങൾ, അതൊക്കെ ഒഴിവാക്കി തോന്നുന്നു. അത് കാണണം വിചാരിച്ചാ വന്നത്. അത് കാണും ചെയ്യാ, മക്കൾക്ക് കളിക്കും ചെയ്യാ കരുതി. അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഹൈലൈറ്റ് മാളിന്റെ പാർക്കിംഗ് ഏരിയക്ക് എത്തിയിട്ട് ഒരു സംഭവം ഉണ്ടായി. ലിഫ്റ്റ് പല സൈഡിലുണ്ടായിട്ട് ലിഫ്റ്റ് ഇറങ്ങി താഴെ ആകെ വഴി തെറ്റി. അതിലെന്തെങ്കിലും കുറേ നടന്നു. എന്നിട്ടാണ് ഹൈലൈറ്റ് മാളിന്റെ വഴി കണ്ടത്. മാളക്കില്ല വഴി, പാർക്കിംഗ് ഏരിയ. അങ്ങനെ നമ്മള് ഹൈലൈറ്റ് മാളിലെത്തി ഫുഡ് അടിക്കാൻ കയറി. നമ്മൾ കുറേ നേരത്തെ ഫുഡ് കഴിച്ചിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങണതിൻ്റെ 1 മണിക്കൂർ മുന്നെങ്ങാണ്ട് ഫുഡ് കഴിച്ചതാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി. പുതിയ ഹോട്ടൽ കണ്ടപ്പോൾ അടുക്കാൻ കയറിയത്. അപ്പോൾ ഞങ്ങൾ കഴിക്കാത്ത പുതിയ പുതിയ സാധനങ്ങളാണ് ട്രൈ ചെയ്തത്. പഴംപൊരിയും ബീഫും ഞങ്ങൾ കോമ്പിനേഷൻ പറഞ്ഞിട്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഞങ്ങൾ കഴിച്ചിട്ടില്ല. അത് കഴിച്ചു. നൂൽ പൊറോട്ട കഴിച്ചു, നെയ്ച്ചോറ് കഴിച്ചു. ഒക്കെ ഓർഡർ ചെയ്ത് ഫുഡിന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഫുഡ് വന്നപ്പോൾ ഓക്ക് ഭയങ്കര ആഗ്രഹം എനിക്ക് വാരി തരണം. ഓളാഗ്രഹം നടക്കട്ടെ. വാരി തരുന്നുണ്ടെന്നല്ലേ ഉള്ളൂ, മുഴുവൻ നിലത്തേക്കാ വീണ്, വായിക്ക് കയറുന്നില്ല. ഫുഡൊക്കെ വന്നു. ഫുഡ് വന്നിട്ട് ഒരാളൊക്കെ ചാടണ്. അവന് ഫുഡ്, നമ്മൾ കഴിക്കണ എല്ലാ ഫുഡും വേണം. അപ്പോൾ
കണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പഴംപൊരിയും ബീഫും, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മള് പാർക്കിക്ക് പോയി. എന്താ അരമണിക്കൂർ 300 രൂപ കണ്ടാണ് DJ അങ്ങനെയൊക്കെ പാടെ കൂടിക്കാണ്ടൊരു സംഭവം. അരമണിക്കൂർ 1 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് പോന്നു. ഹസീമ് മോൻ അല്ലെങ്കിൽ പെരും കരച്ചിലാണ്. ഇപ്പൊ ഇത് പാട്ടൊന്നും കേട്ടോന് ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മളൊന്ന് ഒച്ചടുമ്പോത്തിന് അവന് നെട്ടിച്ചാടലാണ്. പാട്ട് കേട്ടോൻ ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ അവൻ്റെ ഉപ്പാന്റെ കയ്യിലൊക്കെ നിന്നാ അവന് പെരും കരച്ചിലാണ്. അവനൊരു കുഴപ്പമില്ല. കോപ്പിറൈറ്റ് വരും കരുതിയിട്ട് മ്യൂട്ടാക്കി വെച്ചേക്കാട്ടോ വോയിസ്. നല്ല അടിപൊളി മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി പിന്നെ റിട്ടേൺ വീട്ടിലേക്ക് പോന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ബീച്ചിലൊക്കെ ഇപ്പോൾ 2 ദിവസം മുന്നേ പോയി വന്നതല്ലേ. അപ്പോൾ ഞങ്ങൾ പിന്നെ മാളൊക്കെ കറങ്ങി ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. എന്താ നല്ല അടിപൊളി കളക്ഷൻസാണ് അവിടെ, ഡ്രസ്സുകൾക്കൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഓല് കളിക്കണ പാർക്കിലും ജസ്റ്റ് ഒന്ന് കേറിയത് കുടുങ്ങിയാറണല്ലോ. എന്താ ഓള് പോരുന്നല്ലോ അവിടുന്ന്, കുഞ്ഞിപ്പാത്തുമ്മ നല്ല കളിയിലാണ്.
മതി പോവ വീട്ടിക്ക് പറഞ്ഞിട്ട് പോരണ്ടേ വെയ്ത്താല മണ്ടി അതിനോളെ പിടിച്ചിട്ട് കിട്ടണ്ടേ ലാസ്റ്റ് പിടിച്ച് വലിച്ച് കൊണ്ടുവരാന്ന് പോളെ പാർക്കുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിക്ക് തിരിച്ചു പോന്നു. നമ്മൾ പാർസൽ വാങ്ങിയിട്ട് വീട്ടിൽ പോയി കഴിച്ചേക്കാണ്. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഐഡിയിൽ കുട്ടിക്ക് ഫുഡ് കൊടുത്തു, അതൊന്നും വീഡിയോ എടുക്കാൻ കൂടിയിട്ടില്ല. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും